നമസ്കാരം, എല്ലാവർക്കും VMC ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു മാജിക് കോntestൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ മനു ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു മജീഷ്യന്റെ ചാനലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ചാനലാണ്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു ചാനലാണ്. അപ്പൊ ആ ഒരു ചാനലിനകത്ത് ഞാൻ എന്റെ ഒരു മാജിക് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ അകത്ത് കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് അഞ്ച് മജീഷ്യൻസിന്റെ ട്രിക്ക് എടുത്ത് വെച്ച് അവര് കണ്ടസ്റ്റ് ചെയ്യും. അതിന്റെ അകത്ത് ഏറ്റവും നല്ല മാജിക് അറിയാം അവർക്ക് ഒരു സമ്മാനവും അങ്ങനെയൊക്കെ കൊടുക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്. അതിന്റെ അകത്ത് എന്റെ മാജിക് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ ചെയ്ത മാജിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് വോട്ട് ചെയ്തേക്കണം. താഴെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹം ഫസ്റ്റ് കമന്റ് തന്നെ അദ്ദേഹത്തിന്റെ കമന്റ് ആണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് ഞങ്ങളുടെ പാർട്ടിസിപ്പൻസിന്റെ എല്ലാം പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്പർ 5 എന്റെ പേരാണ് വിഷു മോഹൻ സി. അദ്ദേഹം കൊടുത്ത ആ പേരിന് നേർക്കുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് എനിക്കൊന്ന് വോട്ട് ചെയ്തൊന്ന് സഹായിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്നവരെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. നിലവിൽ ഞാൻ തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സഹായിച്ചാൽ, എന്റെ സബ്സ്ക്രൈബേഴ്സും കൂടെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ജയിക്കാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. ഇന്നും നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്ന പോലെ തന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു കുറച്ച് മാസമായി തോന്നുന്നു, കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ Realme 6i എന്ന് പറഞ്ഞൊരു ഫോൺ അൺബോക്സ് ചെയ്തിരുന്നു. അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നത്. അപ്പൊ ആ Realme 6i എന്ന് പറഞ്ഞ ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്തതിനു ശേഷം ഇപ്പൊ ഇതാ നമ്മുടെ കയ്യിൽ Realme 7i, അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ, ഈ അടുത്ത് Realme റിലീസ് ചെയ്ത ഒരു വേർഷനാണ് Realme 7i. അപ്പൊ ആ Realme 7i നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലാഷ് സെയിൽ വഴിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ബിഗ് ബില്യൺ ഡേയ്സിന്റെ ഓഫറും കൂടെ ചേർത്താണ് നമുക്കിപ്പം പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. അത്രയും ലാഭമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ആരെങ്കിലുമൊക്കെ ഒരു 15,000 താഴെ ബഡ്ജറ്റ്, ഒരു 13,000 അകത്തൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ബിഗ് ബില്യൺ ഡേയ്സ് നടക്കുന്ന സമയത്ത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഇതിന്റെ ഒരു വിശേഷങ്ങളും ഇനിഷ്യൽ ഇംപ്രഷൻസും ക്യാമറ ടെസ്റ്റും ഒക്കെയാണ് വീഡിയോയുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് ബോക്സ് ഇതൊന്ന് പൊട്ടിച്ച് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ആ ഫ്ലിപ്കാർട്ടിന്റെ പാക്കിംഗ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഫോണിന്റെ ബോക്സ് ആണ് ഇരിക്കുന്നത്. Realme 7i എന്നുള്ള നമ്മുടെ ആ ബോക്സ് ആണ് ഇരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ അവർ ബില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ബിഗ് ബില്യൺ ഡേയ്സിന്റെ അതെടുത്ത ഫ്ലാഷ് സെയിലിൽ മേടിച്ച ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് കുറവാണ്. നമുക്ക് 12,999 റുപ്പീസേ ആയിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഇച്ചും കൂടെ പ്രൈസ് വരുന്ന ഫോണാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 12,999 റുപ്പീസിന് തന്നെ ഇതിന്റെ 4GB റാമും 128GB റോമും വരുന്ന വേരിയന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫോണിന്റെ ബോക്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ബോക്സിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ നോക്കാം. നമ്മുടെ Realme ഫോണുകൾ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ തന്നെ മൊത്തത്തിൽ ഫുൾ ഒരു മഞ്ഞ ബോക്സ് ആണ്. അപ്പം ബോക്സിന്റെ ഫ്രണ്ടിലായിട്ട് ഇത്തരത്തിൽ 7i എന്ന അവരുടെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇരുവശങ്ങളിലും Realme 7i എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പുറകുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഫോണിന്റെ കുറച്ച് സവിശേഷതകളാണ് കൊടുത്തിരിക്കുന്നത്. 64 MBയുടെ AI കോഡ് ക്യാമറ സെറ്റപ്പ് ആണെന്നും 5000 MHz ബാറ്ററി വിത്ത് 18 വോട്ടിന്റെ ക്വിക്ക് ചാർജർ, ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട് 18 വോട്ടിന്റെ. അതുപോലെ തന്നെ 90 ഹെർട്സിന്റെ ഒരു അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നതെന്നും സ്നാപ്ഡ്രാഗൺ 662 ആണ് ഇതിന്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസർ എന്ന് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ കളർ വേരിയന്റ് ബാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്യൂഷൻ ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സാർ വാല്യൂ ഡീറ്റെയിൽസ് എന്ന് പറയാം. 1.098 W/kg ആണ് ഹെഡിന്. അതുപോലെ തന്നെ 0.531 W/kg ആണ് ബോഡിക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഡിസൈൻ ബൈ റിയൽമി ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ 4GB റാമും 128GB റോമും വരുന്ന വേരിയന്റ് ആണ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിന്റെ പാക്കിംഗ് ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ബോക്സിന്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ആണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ സ്റ്റിക്കർ ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. സോറി, അത് ഇളകി വരുന്നില്ല, ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുവാണ്. അതെ, സ്ഥിരം റിയൽമി ബോക്സുകളിൽ കാണുന്ന പോലെ തന്നെ ആദ്യമേ തന്നെ ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി, റിയൽമി എന്നെഴുതിയിരിക്കുന്ന ഒരു മഞ്ഞ ബോക്സ് അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അകത്തായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നതും കാണാം. തൽക്കാലം അതോടെ ഇരിക്കട്ടെ. നമുക്ക് ഈ മഞ്ഞ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും. അതെ, സിം ഇജക്റ്റിംഗ് ടൂൾ ഇരിക്കുന്നു. ലെറ്റ്സ് എംബ്രേസ് എ ന്യൂ ഫാമിലി എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കേസിൻ്റെ അകത്തായിട്ട് അവർ ഒരു സേഫ്റ്റി ഗൈഡ് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ക്യുക്ക് ഗൈഡും വെച്ചിട്ടുണ്ട്. ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു, അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് കേസാണ് ഈ ഫോണിനോടൊപ്പം അവർ നമുക്ക് നൽകിയിരിക്കുന്നത്.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബോഡി ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ബോക്സിൻ്റെ അകത്തായിട്ട് പിന്നീടുള്ളത് നമുക്ക് 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് കോഡും അവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബോഡിയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഫോൺ വെളിയിലേക്ക് എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ റിയൽമി 7i എന്ന് പറയുന്ന ഫോണിൻ്റെ ബോഡി. ഫ്യൂഷൻ ഗ്രീൻ എന്ന് പറയപ്പെടുന്ന കളറാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ്. ബാക്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് നൽകിയിരിക്കുന്നത് കാണാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. റിയൽമി എന്ന് എഴുതി കാണിക്കുന്നു. പവർഡ് ബൈ ആൻഡ്രോയിഡ് റിയൽമി എന്നെല്ലാം എഴുതി കാണിക്കുന്നു. ഇനി നമുക്ക് ഫോണിൻ്റെ പ്രധാനപ്പെട്ട തുടക്കത്തെ ബേസിക് സെറ്റപ്പുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ബേസിക് സെറ്റപ്സ് എല്ലാം ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോണിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, അതിൻ്റെ ടച്ചിൻ്റെ റെസ്പോൺസും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റിങ്സിലേക്കൊക്കെ ഒന്ന് പോയി ക്യാമറ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ റിയൽമി UI ആണ്. അതുപോലെ നമുക്ക് ലേറ്റസ്റ്റ് റിയൽമി UI വേർഷനൊക്കെ നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ടച്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് തന്നെയാണ്. നമുക്ക് ഈ ഫോൺ 4G സപ്പോർട്ടിംഗ് ആണ്, 5G ഒന്നുമില്ല. അതുപോലെ 188 ഗ്രാമിൻ്റെ വെയിറ്റ് ഈ ഫോണിന് ഉള്ളൂ. NFC സപ്പോർട്ടും ഈ ഫോണിന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബ്ലൂടൂത്ത് വേർഷനൊക്കെ 5 ആണ്. ഈ ഫോൺ ഫുൾ HD ഡിസ്പ്ലേ ഒന്നും നൽകിയിട്ടില്ല. HD+ റെസൊല്യൂഷൻ മാത്രമാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അഡ്രീനോ GPU 610 ആണ് ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന GPU. HD+ LCD ഇൻസെൽ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഫീച്ചേഴ്സ് നമുക്ക് കാണാം. ഇതിൻ്റെ ബാറ്ററി ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പവർ സേവിങ് മോഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫോണിൻ്റെ എബോർഡ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് 10 ആണ് ഫോണിൻ്റെ വേർഷൻ. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 GHz ഒരു പ്രൈമറി ക്ലോക്ക് സ്പീഡും ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം എബൌട്ട് സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജ് ഡീറ്റെയിൽസും എല്ലാം വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ 2 കളർ വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫ്യൂഷൻ ഗ്രീനും മറ്റൊന്ന് ഫ്യൂഷൻ ബ്ലൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂഷൻ ബ്ലൂവിലും മേടിക്കാം. അതുപോലെ ഫ്യൂഷൻ ഗ്രീൻ എന്ന് പറയുന്ന കളറും നിങ്ങൾക്ക് മേടിക്കാൻ അവൈലബിൾ ആണ്. നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫ്യൂഷൻ ഗ്രീൻ ആണ്. ഇതാണ് അതിന്റെ ഒരു കളർ സെറ്റപ്പ്, ഫ്യൂഷൻ ഗ്രീൻ. അതുപോലെ തന്നെ 2 വേരിയന്റിലും അവൈലബിൾ ആണ്. ഇതിന്റെ റാം ഫിക്സർ ആണ്, 4GB റാം ആണ് ഈ ഫോണിന് ഫിക്സർ ആണ്. അതുപോലെ ഇതിന്റെ ഇന്റേണൽ മെമ്മറി വേരിയന്റ്സിലാണ് വ്യത്യാസം വരുന്നത്. 4GB റാമും 64GB റോമും വരുന്ന ഒരു വേരിയന്റ് ഉണ്ട്. അതുപോലെ തന്നെ 4GB റാമും 128GB ഇന്റേണൽ മെമ്മറി വരുന്ന മറ്റൊരു വേരിയന്റും അവൈലബിൾ ആണ്. ഇതിന്റെ 128GB റോം വരുന്ന വേരിയന്റിന് 13,000 rupees ആണ് ഇപ്പം ബിഗ് ബില്യൺ ഡേയ്സ് കാരണം ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രൈസ് കിടക്കുന്നത്. അതുപോലെ തന്നെ 12,000 rupees ആണ് ഇതിന്റെ 64GB റോം വരുന്ന വേരിയന്റിന് പ്രൈസ് വരുന്നത്. എന്നാൽ ആമസോണിലൊക്കെ ഇപ്പം നിലവിൽ ഈ 128GB റോം വരുന്ന വേരിയന്റിന് 15,000 ആണ് പ്രൈസ് കിടക്കുന്നത്. അതുപോലെ തന്നെ 14,000 പ്രൈസ് ഉണ്ട് 64GBക്ക്. അങ്ങനെയാണ് ഇതിന്റെ ഒരു വിലയുടെ വിവരങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സിലെ ഫ്ലാഷ് സെയിലൂടെയാണ് ഫോൺ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12,999 rupees ആണ് ഇതിന് എക്സാക്ട്ലി പ്രൈസ് ആയിട്ടുള്ളത്. 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1600x720 പിക്സൽസ് റെസൊല്യൂഷൻ ആണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. 20:9 ആണ് ഇതിന്റെ സ്ക്രീൻ റേഷ്യോ. അതുപോലെ തന്നെ 90% ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഈ ഒരു ഫ്രണ്ട് സൈഡ് ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ഒന്നും ഇതിന്റെ അത് ലഭിക്കുന്നില്ല. എങ്കിലും നമുക്ക് ഇതിന്റെ ഒരു 90 ഹെർട്സിന്റെ അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ഇതിന് നൽകിയിട്ടുണ്ട്. HD+ ഉള്ളെങ്കിലും നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യും. ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് സപ്പോർട്ടാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഞാൻ ഇപ്പോൾ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധാരാളമായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റുകളെല്ലാം പതിയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനോടൊപ്പം തന്നിരിക്കുന്ന കേസ് ഉപയോഗിച്ച് മാത്രം ഫോൺ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഫിംഗർ പ്രിന്റ് ബാക്കിലെല്ലാം പതിയുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയിരിക്കുന്നത്. നമുക്ക് റിയൽമി 6iലേക്കൊക്കെ വരുമ്പോൾ അത് സൈഡ് മൗണ്ടഡ് ആയിരുന്നു. നമുക്ക് പവർ കീൽ തന്നെയായിരുന്നു. എന്നാൽ ഇത് സാധാരണ പോലെ തന്നെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 64 MB മെയിൻ ക്യാമറ വരുന്ന ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു L ഷേപ്പിൽ ആണ് ബാക്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ മുകളിലായിട്ട് തന്നെ നമ്മുടെ ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ 16 MB
ഫ്രണ്ട് ക്യാം നൽകിയിരിക്കുന്നത്. 16 MB സെൻസർ വരുന്ന ഒരു സെൽഫി ക്യാമാണ് നൽകിയിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാം തന്നെയാണ്. പക്ഷെ എന്തോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി വലിയൊരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡിസ്പ്ലേയുടെ അത്രയും ഭാഗവും പോയി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അത്രയും ഒരു ഭാഗത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അതാണ് ഈ ഫോണിന്റെ ബോഡിയുടെ കാര്യങ്ങളൊക്കെ. ഫോണിന്റെ അടിവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3.5 mm ഒരു ഓഡിയോ ജാക്കും മൈക്കും അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടും നമ്മുടെ സ്പീക്കർ ഗ്രിൽസും കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഫോണിന്റെ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിം ട്രേ കാണാം. വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർ കീയും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കൊടുത്തിരിക്കുന്നത് കാണാം. മുകൾ വശത്തായിട്ട് യാതൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇതാണ് ഫോണിന്റെ വശങ്ങളിലുള്ള ഡീറ്റെയിൽസ്. ഇതിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 75 mm ഒരു വിഡ്ത്താണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 164 mm ഹൈറ്റും ഈ ഫോൺ നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിടിക്കാനും എല്ലാം നല്ല കംഫർട്ടബിൾ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് 188 gram ആണ് കമ്പനി പറയുന്നത്. നമുക്കറിയാം 5000 MHz പോലൊരു മാസീവ് ബാറ്ററി ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിനനുസരിച്ചുള്ള വെയിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ്ലെസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 188 gram എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ്ലെസ് ആണ് ഫോൺ. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒതുങ്ങിയിരിക്കുന്ന ഫോൺ തന്നെയാണ് Realme 7i. അപ്പൊ നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് ഞാൻ ബാക്ക് സൈഡിൽ ഫിംഗർ കൊടുക്കാൻ പോവാണ്. അൺലോക്ക് ആയിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. ഞാൻ എന്താ കൊടുക്കാൻ പോവാണ്, കൊടുത്തു, അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പം ഫിംഗർ പ്രിന്റ് സെൻസർ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫേസ് ലോക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമേ ഞാൻ പവർ കീ ഒന്ന് ഞെക്കുന്നു. സ്ക്രീൻ വേക്കപ്പ് ആയിട്ടുണ്ട്. ഇനി എന്റെ നേർക്ക് പിടിക്കാൻ പോവാണ്. അൺലോക്ക് ആയിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ ക്യാമറ സ്പെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 64 MB മെയിൻ ക്യാം വരുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റെയർ സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ 64 MB പ്രൈമറി ക്യാം, 8 MB വൈഡ് ആംഗിൾ ക്യാം, അതും 119.9 ഡിഗ്രി ആംഗിൾ വരുന്ന വൈഡ് ആംഗിൾ ക്യാം, 2 MB മാക്രോ ക്യാം, 2 MB മോണോ ക്യാം ആണ് ഈ ഒരു ഫോണിന്റെ റെയർ സൈഡിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പ് വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെതായ ഒരു ക്വാളിറ്റിയൊക്കെ നമ്മുടെ ക്യാമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഈ ഫോണിൽ അവൈലബിൾ ആണ്. പോർട്രേറ്റ് മോഡ്, ടൈം ലാപ്സ്, HDR, നൈറ്റ് മോഡ്, AI ഡിറ്റക്ഷൻ, ബൊക്കെ എഫക്റ്റ് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ വരുന്ന മോഡ്, അങ്ങനെ സ്ലോ മോഷൻ മോഡ്, അങ്ങനെ ഒരുപാട് മോഡുകൾ ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം വിഷ്വൽസ് ആണ്. 16 MB ഒരു സെൽഫി ക്യാം ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല, തലക്കേടൊന്നും ഇല്ലാത്ത ക്യാം തന്നെയാണ് സെൽഫിയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു സൂം ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാക്സിമം സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഒബ്ജക്റ്റ് ഫോക്കസ് ആവാൻ ഇച്ചിരി പ്രയാസപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫുൾ HD ഡിസ്പ്ലേ ഒന്നുമല്ല നമ്മുടെ ഫോണിന് നൽകിയിരിക്കുന്നത്, HD+ മാത്രമാണ്. അപ്പം മാക്സിമം നമുക്കൊരു 720p റെസൊല്യൂഷനിലൊക്കെയാണ് യൂട്യൂബിൽ വീഡിയോസ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയൊക്കെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസൻറ്റ് ഓഡിയോ ക്വാളിറ്റിയും നൽകിയിട്ടുണ്ട് ഫോണിന്. ഇനി ഇതിൻ്റെ ഒരു സിം ട്രേ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം യെസ്, ഡ്യുവൽ 4G സിമ്മും ഒരു SD കാർഡ് ഇടാൻ കഴിയുന്ന സ്ലോട്ടാണ്. നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ഈ ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്തു, പ്രധാനപ്പെട്ട കുറച്ച് സ്പെസിഫിക്കേഷൻസും പറഞ്ഞു. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻസ് ആയിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് നോക്കിയാലേ പറയാൻ പറ്റൂ. അപ്പോൾ ഇനിഷ്യൽ ഇംപ്രഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തായാലും ഈ ഒരു ഫോണിൻ്റെ കുറച്ച് ഞാൻ കണ്ട അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒന്ന് പറയാം. എന്നിട്ട് ആർക്കൊക്കെയാണ് ഇത് മേടിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അപ്പം മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രോസ് ഞാൻ പറയാം. 5000 MHz ഒരു ബാറ്ററി കപ്പാസിറ്റി.
അപ്പോൾ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 18 വാട്ടിന്റെ ക്വിക്ക് ചാർജർ, ഒരു ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വിക്ക് ആയിട്ടുള്ള ചാർജിങ്ങും ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈ ഒരു ഫോണിന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്, വെയിറ്റ് ഒക്കെ കുറവാണ്. നമുക്ക് നമ്മുടെ ഇൻ ഹാൻഡ് ഫീൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫീൽ എല്ലാം പക്കയാണ്. നമുക്ക് കൊണ്ടു നടക്കണമെന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഫോണാണ്. അതിനോടൊപ്പം നമുക്കൊരു കേസ് വരുന്നുണ്ട്, ആ കേസ് ഇട്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു 64 MB ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെയർ ക്യാം ക്വാളിറ്റി ഒക്കെ 64 MB സെൻസർ നൽകിയിരിക്കുന്നു എന്നത് ഈ ഒരു ഫോണിന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അധികം ഫോണുകളിലൊന്നും ഈ റേഞ്ചിൽ 64 MB കോഡ് ക്യാമറ സെറ്റപ്പ് നൽകാറില്ല. 48 MB ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്. എനിക്ക് ഈ ഒരു ഫോണിൽ തോന്നിയ കുറച്ച് കുറവുകൾ, ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ഡിസ്പ്ലേയിൽ ഇത്രയും വലിയൊരു ക്യാം ആണ് സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത്. അത്രയും ഭാഗം നമ്മുടെ ഡിസ്പ്ലേയിൽ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് ക്യാം ഇപ്പോഴത്തെ കുറെ ഫോണുകളിൽ അങ്ങനെ ഉണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ് ഈ ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് നമ്മൾ താഴെയൊക്കെ കൊണ്ട് വെക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ കവർ വെച്ച് ഉപയോഗിക്കുക, അല്ല നമ്മൾ പെട്ടെന്നുകൊണ്ട് താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് ഒരക്കൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ക്യാമിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പിന്നെ ബാക്ക് സൈഡിൽ ആ ഒരു പഴയ രീതിയിലുള്ള ഫിംഗർ പ്രിന്റ് സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതെനിക്ക് ഒരു കുറവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഒക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു Realme 6i ആണ് എനിക്ക് ഒരു 7iയെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ തോന്നുന്നത്. അപ്പം അതിന്റെ അകത്തൊക്കെ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് നൽകിയിരുന്നത്. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുന്നു. പിന്നെ ഇതിന്റെ അകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 662 ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് G90T വരെയൊക്കെ നമുക്ക് പല ഫോണുകളിലും ഈ ഒരു റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രോസസ്സർ സൈഡ് ഇച്ചിരി വീക്കാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിയാൽ നമുക്ക് ഇതിലും ബെറ്റർ ആണ്. നമുക്ക് Realme 6i പോലും ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് പ്രോസസ്സർ മാത്രം ഇത്രയും ഡൗൺ ആക്കി കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. എന്നാൽ ഒരു സാധാരണ യൂസറിനെ സംബന്ധിച്ച് യാതൊരു പെർഫോമൻസ് സൈഡിൽ നിന്ന് യാതൊരു പ്രശ്നവും വരുത്തുമില്ല. എന്നാൽ വളരെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഉള്ള ഫോണുകൾ ഇതേ റേഞ്ചിൽ നമുക്ക് പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊരു ചെറിയ പോരായ്മയാണ് ഈ ഒരു ഫോണിന്റെ. അപ്പോൾ ആർക്കൊക്കെ ഈ ഫോൺ ചൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ വേണം. 5000 മെഗാഹെർട്സ് ബാറ്ററി ഉണ്ട് ഇതിന്. അപ്പൊ അത്യാവശ്യം ബാറ്ററി കപ്പാസിറ്റിയും ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും വേണ്ടുന്ന, അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോൺ, അത്യാവശ്യം നോർമൽ യൂസേഴ്സിന് പറ്റിയ ഫോണാണ്. ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയുള്ളൊരു യൂസേഴ്സിന് എടുക്കാൻ പറ്റുന്ന ഫോണാണ്. അതായത് ചെറിയ ബഡ്ജറ്റ്, അത്യാവശ്യം പെർഫോമൻസ്, നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒതുങ്ങി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോണ്, പിന്നെ 64 MB ഒരു കോഡ് ക്യാമറ സെറ്റപ്പ്, അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രൊസസ്സറിന്റെ സൈഡൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ, അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ നിങ്ങൾക്ക് വേണ്ട, ഈ രണ്ട് കാര്യം നിങ്ങൾ ത്യജിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് Realme 7i. പക്ഷെ അപ്പോഴും ഓർക്കണം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് മറക്കരുത്. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ബാക്കി റിവ്യൂകളും കൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഫോണാണ് Realme 7i. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ പുതിയ ഫോണുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെ തുടർന്നുള്ള വീഡിയോകളിലൊക്കെ കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.